നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ സംബന്ധിയായ വിഷയമാകുന്നു. നിങ്ങളുടെ നാളെ 2025 ഒക്ടോബർ മാസം 12-ാം തീയതി ഞായറാഴ്ച, അതായത് 1201 കന്നിമാസം 26-ാം തീയതി. നാളെ കന്നിമാസം 26-ാം തീയതി ഞായറാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:17 അസ്തമയം വൈകിട്ട് 6:05 നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, ഞായറാഴ്ച 4:30 മുതൽ 6 മണി വരെയുള്ള സായാഹ്നം വൈകിട്ടത്തെ സമയമാകുന്നു രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നാളത്തെ നക്ഷത്രം മകീരം നക്ഷത്രമാകുന്നു. മകീരം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാണ്. നന്നന്നെ, രോഹിണി, മാനു ഇങ്ങനെ തുടങ്ങുന്നു. അന്നപ്രാശ നക്ഷത്രങ്ങൾ, ചോറൂൺ നക്ഷത്രങ്ങൾ രോഹിണി, മാനു എന്നാൽ മൃഗശീർഷം അഥവാ മകീര്യം. നാളത്തെ തിഥി ചന്ദ്രൻ ദുർബലമായി വരികയാണ്. വെളുത്തപക്ഷത്തിലെ മകേര്യമല്ല. നാളെ കറുത്തപക്ഷത്തിലെ ഷഷ്ഠി തിഥിയാണ്. വെളുത്തപക്ഷത്തിലെ ഷഷ്ഠി സുബ്രഹ്മണ്യൻ്റെ ജനനവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിനാൽ നാളത്തെ ദിനം പ്രായേണ നിങ്ങൾക്ക് അനുകൂലമായി എടുക്കാം. നാളെ ഉച്ചയ്ക്ക് 1:45 വരെയാണ് മകീരം നക്ഷത്രം. 1:45 കഴിഞ്ഞാൽ നാം ഒരു ശുഭകാര്യത്തിനും ഉപയോഗിക്കാത്ത തിരുവാതിര നക്ഷത്രമാകുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നാളെ തിരുവാതിര നക്ഷത്രത്തിന് സർപ്പക്ഷേത്ര ദർശനം നടത്തണം. അവിടെ നാഗങ്ങൾക്ക് ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി ചെയ്യണം. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ. ആ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് രാഹുകേതുക്കളുടെ അനുഗ്രഹം നിങ്ങൾ വാങ്ങുക. നാളെ ഞായറാഴ്ചയാണ്. കാലത്ത് നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യാം. മകീരം നക്ഷത്രമായാൽ സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെടുന്ന ദേവതാ സങ്കേതങ്ങളിൽ വഴിപാടുകൾ ചെയ്യാം. നാളത്തെ നല്ല മുഹൂർത്തങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാലത്ത് 7:20 മുതൽ 8:45 വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. യാത്രയ്ക്കും വിവാഹ സംബന്ധിച്ച കാര്യങ്ങൾക്ക് തീരുമാനത്തിനും ചർച്ചകൾക്കുമൊക്കെ നിങ്ങൾക്ക് മധ്യസ്ഥപരമായ ചർച്ചകൾക്കൊക്കെ തന്നെ 7:20 മുതൽ 8:45 വരെയുള്ള സമയം സ്വീകരിക്കാം. അപ്രകാരം തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 11:15 മുതൽ 12:15 വരെയുള്ള സമയവും ധനുരാശിയാണ്, വളരെ അനുകൂലമായി സ്വീകരിക്കാവുന്നതാണ്. 1:45 കഴിഞ്ഞാൽ പിന്നെ നാളെ മുഹൂർത്തങ്ങളൊന്നും തന്നെയില്ല. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.